അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും കുറച്ച് നാളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സെന്റ് മേരീസ് ബസേലിക്കയിൽ വിമതർ കടന്നു കയറാൻ ശ്രമിച്ചു. റോമിൽ നിന്ന് കേൾക്കുന്നതും ചില മെത്രാന്മാർക്ക് അത്ര നല്ല കാര്യമല്ല. എന്താണ്? ബിഷപ്പ് മാർ പാംബ്ലാനിക്ക് കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ അപ്പോസ്തോലിക് സിഞ്ഞത്തൂരയുടെ സമൻസ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾക്കൊക്കെ ഇപ്പോൾ മറുപടി കിട്ടും. റോമിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ആർച്ച് ബിഷപ്പും പാംബ്ലാനി. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. അങ്കമാലി അതിരൂപതയിലെ മെത്രാപ്പൊലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയെ റോമിലേക്ക് നേരിട്ട് കാണാനായി വിളിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ സിംഹാസനം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും പൗരസ്ത്യ തിരുസംഘങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് സീറോ മലബാർ സഭ സിനഡ് പിതാക്കന്മാർ ധിക്കാരപൂർവം വത്തിക്കാനെ അനുസരിക്കാതെ അതിരൂപതയ്ക്ക് വേണ്ടി നിയമവിരുദ്ധ കുർബാനകൾ അനുവദിച്ചതാണ് ഈ പെട്ടെന്ന് നേരിട്ട് കാണണമെന്ന് അറിയിച്ചതിന്റെ കാരണം. എറണാകുളം വിഷയത്തിൽ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരായും വിമത ശിഷ്മക്കാർക്ക് അനുകൂലമായും അവർക്കൊപ്പം നിന്ന് നിലപാടുകൾ സ്വീകരിച്ചതിനാണ് വത്തിക്കാൻ ഇരുവരെയും വിളിച്ചിരിക്കുന്നത്. എന്നാൽ താൻ ഉടനെ പാത്രിയാർക്കീസ് ആകുമെന്ന കൊതിമൂത്ത് മാർത്തട്ടിലും കർദിനാളായി തന്നെ മാറ്റുമെന്ന ദുരാഗ്രഹം കൊണ്ട് പാംബ്ലാനിയും നേരെ റോമിലേക്ക് വച്ച് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ നിയന്ത്രിക്കുന്ന വിമത കൂട്ടങ്ങൾ ഇരുവരെയും ധരിപ്പിച്ചിരിക്കുന്നത്. ബസിലിക്കയിൽ വിമത നീക്കങ്ങൾ ശക്തമാക്കി അവിടെ ജനാഭിമുഖ കുർബാന ശീലമാക്കി ഏകീകൃത കുർബാന പേര് നടത്തുന്നെന്ന് വരുത്തി വത്തിക്കാന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് അനുസരണക്കേട് കാട്ടിയതിനാണ് വത്തിക്കാൻ ഇരുവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരിട്ട് തന്നെ വിശദീകരണം നൽകേണ്ടി വരും. സെന്റ് മേരീസ് ബസേലിക്കയിൽ ജനാഭിമുഖ പൊറാട്ട് നാടകം നടത്താൻ വന്ന വിമതർക്ക് കഴിഞ്ഞ ദിവസം കാര്യമായി കിട്ടിയിട്ടുണ്ട്. റോമിലേക്ക് പോകുന്ന വിമതരുടെ കാണപ്പെട്ട ദൈവമായ തട്ടിൽ പിതാവ് പാത്രിയാർക്കീസും ശിഷ്യൻ ബിഷപ്പ് പാംബ്ലാനി കർദിനാളുമായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയുമായാണ് വീണ്ടും ഒരു ജനാഭിമുഖ കുർബാനയ്ക്കായി വിമതരെത്തിയത്. പക്ഷേ നടന്നില്ല. വിശ്വാസികൾ തടഞ്ഞു. വിശ്വാസികൾ രാത്രി വെളുക്കുവോളം ബസേലിക്കയിൽ കാവലിരുന്നു കണ്ണിൽ എണ്ണയൊഴിച്ച്. ആ കാഴ്ചയാണ് കാണാനായത്. കർത്താവിന്റെ ശരീരമാകുന്ന തിരുസഭയുടെ മക്കൾക്കൊപ്പം തന്നെയാണ് തിരുസഭയും വിശ്വാസികളുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത്ര തിരക്കിട്ട് ആർച്ച് ബിഷപ്പിനെയും സഹശിഷ്യൻ വികാരിയെയും ബിഷപ്പിനെയും പാംബ്ലാനിയെയും തട്ടിൽ പിതാവിനെയും പെട്ടെന്ന് വിളിപ്പിക്കണമെങ്കിൽ വത്തിക്കാന് നേരിട്ട് കാണണമെന്ന് പറയണമെങ്കിൽ വത്തിക്കാൻ കാര്യമായിട്ടെന്തോ ഇരുവർക്കും കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബിഷപ്പ് പാംബ്ലാനിക്ക് കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ അപ്പോസ്തോലിക് സിഞ്ഞത്തൂരയുടെ കടുത്ത സമൻസ് ലഭിച്ചിരിക്കുന്നത്. നേരിട്ട് വന്ന് കണ്ട് കാരണം ബോധിപ്പിക്കാനാണ് സമൻസ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരും തിടുക്കപ്പെട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും റോമിലേക്ക് വിമാനം കയറിയത്.